ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൺഡേ വ്ലോഗാണ് ഗായ്സ്. കുറേ നാളായ ഒരു സൺഡേ വ്ലോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു സൺഡേ വ്ലോഗ് ആവാം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്, ഇന്ന് നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചാട് വീട്ടിലാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെ എത്തി. അവിടെ നിന്ന് നമ്മൾ ചുറ്റും ഹൗസ് മൊത്തത്തിൽ കണ്ടതിന് ശേഷം അവിടുന്ന് പുറത്ത് അവരുടെ വീടിൻ്റെ ചുറ്റും നല്ല പാടമുണ്ട്, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്തേക്ക് പോകുകയാണ്. അപ്പോൾ എറണാകുളത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാലിപ്പുറത്ത് പോകുന്നുണ്ട്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടോളൂ ഗൈസ്. അങ്ങനെ നമ്മൾ മാലിപ്പുറത്ത് വന്നതിന് ശേഷം ഞങ്ങൾ കുഞ്ഞുവിൻ്റെ വീട്ടിൽ പോയി. ഞങ്ങളെല്ലാവരും കൂടി സ്റ്റുഡിയോയിൽ പോയിട്ടോ ഗൈസ്. സ്റ്റുഡിയോയിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താനുണ്ടായിരുന്നു. ഇവിടുത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷനാണ്. ഞാൻ ഇവിടുത്തെ സ്റ്റുഡിയോയിലാണ് ഗൈസ് വരാറുള്ളത്. ഇവിടെ തന്നെയാണ് ഗൈസ് എൻ്റെ വാപ്പാൻ്റെ കട, മലപ്പുറം വൈപ്പിലാണ് കേട്ടോ ഗൈസ് ബിരിയാണി ഷോപ്പ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. എനിക്ക് മിറർ കാണുമ്പോൾ അപ്പോൾ വീഡിയോ എടുക്കണം കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് എറണാകുളത്തേക്കായിരുന്നു. എറണാകുളത്ത് ഐ ലവ് കൊച്ചിയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ സ്ഥിരം സ്പോട്ടാണ്. അടിപൊളിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. രാത്രി വന്നാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഇവിടെ വന്നിറങ്ങി തന്നെ എനിക്ക് വേണ്ട ഒരു സംഭവമാണ് ഐസ്ക്രീം കിട്ടിയാലാണ് ഗൈസ് എനിക്ക് നടക്കാനുള്ളൊരു ഉഷാറ് വരാം. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി ഐസ്ക്രീം ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കപ്പലണ്ടി വാങ്ങിച്ച് നടന്ന് പിന്നെ കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് പരിപാടിയായിട്ടുണ്ടായിരുന്നത് ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ബ്രോഡ്വേയിലേക്കായിരുന്നു കേട്ടോ ഗൈസ്. അവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ സൈഡ് ബാഗ് വാങ്ങിച്ചു, അതേപോലെ തന്നെ ഷൂ, ചെരുപ്പ് വാങ്ങിച്ചു, ക്രോക്സ് വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ അൽസാജ് കിച്ചണിലേക്ക് ഫുഡ് വയ്ക്കാനായിട്ട് പോയിട്ടോ ഗൈസ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കയറിയുള്ളത്. ഞാൻ പക്ഷേ പെരുമ്പാവൂർ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു കേട്ടോ ഗൈസ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഫുഡിനായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മന്തിയാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈം ആയിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ലൈം കുടിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മന്തി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് വേഗം കഴിച്ചു കേട്ടോ ഗൈസ്. ഇവിടുത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സമയം പിടിച്ചിട്ടാണ് കേട്ടോ ഗൈസ് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അൽസാജിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽസാജിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മാൽപ്പുറത്തേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരാക്കിയതിന് ശേഷമാണ് ഗൈസ് നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ളത്. അങ്ങനെ അവരെയൊക്കെ നമ്മൾ ആക്കിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനും. അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ടാറ്റാ ബൈ, സീ യു.